CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇനിയുള്ള 10 നാൾ ഗുരുഭവനപുരിക്ക് ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ആനയോട്ടം തിങ്കളാഴ്ച. മുൻനിരയിലോടുന്ന ആനകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളാണ് മുൻനിരയിലോടുക. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളിൽ ഒരാൾ മരിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ ഐക്യദാർഢ്യ ധർണ MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. കാട്ടുപന്നിവേട്ട തുടർന്ന് എളവള്ളി പഞ്ചായത്ത്. കൃഷിനാശത്തിന് കാരണമാകുന്ന കാട്ടുപന്നികളെയാണ് മേഖലയിൽ വെടിവെച്ചു കൊല്ലുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർക്കാവ് ക്ഷേത്രം പാറപ്പുറം മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പഞ്ചായത്ത് അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം നടത്തിയിരുന്ന പുകയില മുറുക്കാൻ കച്ചവടം എക്സൈസ് വകുപ്പ് നിർത്തിവെപ്പിച്ചു. അണ്ടത്തോട് പാപ്പാളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. പുറങ്ങ് പുളിക്കടവ് സ്വദേശികളായ വിബി, ഭാര്യ ആതിര, മകൾ 1 വയസ്സുകാരി വ്യാമിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് മറ്റം ഗ്രൗണ്ടിന് സമീപം സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ ഗ്രൗണ്ടിൽ കുടിവെള്ളത്തിനായുള്ള പുതിയ വാട്ടർ കൂളർ സ്ഥാപിച്ചു. പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോത്സവം 2K25 വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല കുന്നംകുളം മലായ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ KMA ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമളാനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാണിപ്പയ്യൂരിലെ ഓഫീസിൽ നടന്നു. സെന്റ് വിൻസെന്റ് പോൾ പാലയൂർ ഏരിയ കൌൺസിൽ സമ്മേളനവും സെമിനാറും അഞ്ഞൂർ കോൺഫറൻസ് ആധ്യാത്മിക ഉപദേഷ്ടാവ് ഷോൺസൺ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചിറ്റണ്ട പൂങ്ങോട് നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപത്തെ താഴ്ന്ന പ്രദേശത്തേക്ക് ഓടിയിറങ്ങി. കാർ മറിയാതിരുന്നതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ലഹരിവിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പറുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വെളിയങ്കോട് ഗവൺമെന്റ് സ്കൂൾ ചുറ്റുമതിൽ ഉദ്ഘാടനം ഡിവിഷൻ മെമ്പർ AK സുബൈർ നിർവഹിച്ചു. SKSSF പന്തത്തടം യൂണിറ്റ് സഹചാരി സെന്റർ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിജയമാണ് റമളാൻ എന്ന ശീർഷകത്തിൽ ഖുർആൻ സമ്മേളനം നടത്തി. പുന്നയൂർക്കുളം പരൂർ ശിവക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നിരുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിച്ചു. വടുതല യൂണിറ്റ് SYS മജ്ലിസിനൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.